യാക്കോബാണ്. അത് ഡെഡ് ഫെയ്ത്ത്, അത് പ്രവൃത്തിയില്ലെങ്കിൽ. ഇപ്പം 2:17 എടുത്ത് യാക്കോബ് 2:17 പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. നിർജീവം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ഡെഡ് ബോഡി എന്നതിൻ്റെ അർത്ഥം. അപ്പം പ്രവൃത്തി ഇല്ലെങ്കിൽ നിങ്ങളുടെ ഉടമ്പടി ഡെഡ് ബോഡിയാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ, പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് പറയുന്നത്, പ്രവർത്തിക്കുമ്പോൾ നമുക്ക് സാങ്കേതികമായിട്ട് ചെയ്യാൻ പറ്റും. ആ ഉടമ്പടി എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് പത്രമെല്ലാം കൃത്യമായിട്ട് കൊടുക്കണം. അതുപോലെ രോഗികളെ കാണണം, ഞാൻ രോഗികളെ കണ്ടു. അതുപോലെ തന്നെ ഞാൻ അവിടെ, അതായത് നിങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കത്തില്ലേ, ഓരോ ചോദ്യം ചോദിക്കുമ്പോൾ അതുപോലെ ഉത്തരം എഴുതി വെക്കയില്ലേ, അങ്ങനെ നമുക്ക് ഉടമ്പടി ചെയ്യാൻ പറ്റത്തില്ല. ഉടമ്പടിയുടെ സൽപ്രവൃത്തികൾ ചെയ്യുമ്പോൾ ഇറ്റ് മസ്റ്റ് ബി ഔട്ട് ഓഫ് ലവ്. ദൈവസ്നേഹത്തോടെ വേണം ചെയ്യാൻ. ദൈവസ്നേഹം ഇല്ലാതെ ചെയ്താൽ ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. ഉമിനീരില്ലാതെ ഭക്ഷണം കഴിക്കണ പോലെ ഇരിക്കും. ദൈവസ്നേഹം ഇല്ലാതെ നിങ്ങൾ ഉടമ്പടി പ്രവർത്തനങ്ങൾ ചെയ്താൽ ഉമിനീരില്ലാതെ വായിൽ ഭക്ഷണം കഴിക്കണ പോലെ ഇരിക്കും. ദഹിക്കത്തില്ല ഈ സംഭവം. അപ്പം അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ ഉടമ്പടി ചെയ്യുന്നവർ, ഞാനീ ചെയ്യണത് ദൈവസ്നേഹത്തോടെയാണോ അതോ ഉടമ്പടിയുടെ നിബന്ധന പാലിക്കാൻ വേണ്ടി സാങ്കേതികമായിട്ട് ഇത് ചെയ്ത് മാറ്റുകയാണോ ചെയ്യണമെന്ന് നോക്കണം. ചിലർക്ക് ഉടമ്പടിയുടെ ഉത്തരം താമസിക്കാൻ കാരണം ഇതുപോലെ സാങ്കേതികമായിട്ട് ചെയ്യുന്നത് കൊണ്ടോ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുന്നത് കൊണ്ടോ ആണ്. മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുന്നത് കൊണ്ടാണ്. ഇപ്പം മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കാൻ വേണ്ടി ഇപ്പം പറഞ്ഞില്ല 65 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഉടമ്പടി എടുപ്പിക്കാത്തത് എന്താണ്? ഞങ്ങൾ ആൾക്കാരെ ചെക്ക് ചെയ്യും. കാണുമ്പോൾ തന്നെ അറിയാം ഇവർ ഒരു പണിയും ചെയ്യത്തില്ലെന്ന്. അവർക്ക് ഇപ്പം തന്നെ 140 കിലോ തൂക്കമുണ്ട്. അവർ എന്ത് ചെയ്യാനാണ്? ഒന്നും ചെയ്യത്തില്ല. എന്താണ് അവരുടെ പ്രശ്നം? എന്താണ്? വല്ല മരുമക്കളും അല്ല പേരക്കിടാങ്ങളും പഠിക്കണ കാര്യമായിരിക്കും. അപ്പോൾ മരുമക്കളും പേരക്കിടാങ്ങളും പഠിക്കണ കാര്യമൊക്കെ കെട്ടി എഴുന്നള്ളിക്കാൻ വേണ്ടി ഇവരിങ്ങനെ ഈ റോഡ് നന്നാക്കണ വണ്ടി പോലെ പറഞ്ഞു വിട്ടിരിക്കുകയാണ്. വല്ല കഥയുണ്ട്. ആ കക്ഷികൾ നേരിട്ട് വരണം. ആരാണ് ഇവരുടെ മകൻ? ആ അമ്മ തന്നെ നേരിട്ട് വരണം. മകനെയും കൂട്ടി വരണം. കൂട്ടി വന്നിട്ട് കാര്യമില്ല, ഒന്നും കാര്യമില്ല. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ സംഭവിക്കണത് എന്താ? ഓരോ വിഷയത്തിനും അവർ ചെയ്തിട്ട്, ആ ഉടമ്പടി ചെയ്തിട്ട് അതനുസരിച്ച് സന്തോഷത്തോടെ ദൈവസ്നേഹത്തോടെ ചെയ്യാൻ. കാരണം എൻ്റെ അനന്തരം തന്നെ IELTS എടുത്തിട്ട് 2 പ്രാവശ്യം തോറ്റുപോയി. അപ്പം ഞാനോർത്ത് ഇതെന്ത് പരിപാടി, ഇവനെ നോക്കാൻ കാര്യമുണ്ട്. അപ്പം ഞാൻ വീട്ടിൽ തിരക്കിയപ്പോൾ അവനെ അമ്മയെ കൊണ്ടാണ് ബാക്കിയുള്ള എല്ലാം ചെയ്യിക്കണത്. അതോടുകൂടി അവൻ്റെ കാര്യത്തിൽ തീരുമാനമായി. അതാണ് സംഭവം. 2 പ്രാവശ്യം തോക്കേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ മലയാളം മീഡിയം, കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായി. മലയാളം മീഡിയമാണ് ആ കക്ഷി, ആഷി, അതായത് മലയാളം മീഡിയമാണ്. ദാറ്റ് മീൻസ് അവൾ അമ്മയോട് പറയാം, അമ്മേ എനിക്ക് ഇംഗ്ലീഷ് പറയാൻ പറ്റത്തില്ല, അറിയത്തില്ല, പക്ഷെ OIT എടുക്കണമെന്ന് പറഞ്ഞ് മനസ്സിലൊരു ഒരു ആഗ്രഹം കൊടുക്കും. അപ്പോൾ പിന്നെ എന്നാ ചെയ്യണത്? ആഷി ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാം ശക്തമായ രീതിയിൽ സുവിശേഷ വേല ചെയ്യും. അങ്ങനെ സ്വന്തമായിട്ട് സുവിശേഷ വേല സാങ്കേതികമല്ലാതെ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കാതെ സ്വന്തമായി ചെയ്യുന്ന കാരണം ഒറ്റ എഴുത്ത് ഈ മലയാളം മീഡിയക്കാരെത്തി ഫുൾ സ്കോർ അടിച്ചു പോയി. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ഇത് വിശ്വസ്തതയുടെ വിഷയമാണ്. നിയമാവർത്തനം 7:12. നിയമാവർത്തനം 7:12. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. നിയമാവർത്തനം 7:12. നിങ്ങൾ ഈ നിയമങ്ങൾ കേൾക്കുകയും വിശ്വസ്തയോടെ പാലിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ഉടമ്പടിയും കരുണയും നിങ്ങളോട് പുലർത്തും. പ്രൈസ് ദി ലോർഡ്. അതായത് ഇതിൻ്റെ വരുന്ന വിഷയം നിയമാവർത്തനം 7:12. നിങ്ങൾ ദൈവത്തിൻ്റെ വാക്ക് കേൾക്കുകയും, റീഡ് അഗൈൻ, ശ്രുതികട്ടെ, നിങ്ങൾ ഈ നിയമങ്ങൾ കേൾക്കുകയും വിശ്വസ്തയോടെ പാലിക്കുകയും ചെയ്താൽ, നോട്ട് ബൈ ഫെയ്ത്ത് അല്ല, ബൈ ഫിഡലിറ്റി, വിശ്വസ്തയോടെ പാലിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ഉടമ്പടിയും കരുണയും നിങ്ങളോടും പുലർത്തും. അപ്പോൾ ദൈവം 2 കാര്യങ്ങളാണ്. ഉടമ്പടി എന്ന് പറയുമ്പോൾ നമ്മൾ തരുന്ന വാഗ്ദാനത്തിന് നമ്മൾ അതനുസരിച്ചിട്ട് നിബന്ധനകൾ പാലിച്ചു പോകുന്ന ഒരു മെറിറ്റുണ്ട്.
പക്ഷേ ഈ മെറിറ്റിൽ തന്നെ ഉടമ്പടി വർക്ക് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് ഉടമ്പടിയും കരുണയും എന്ന് പറയണത്. മനസ്സിലായില്ലേ? ഉടമ്പടി എടുക്കുന്നവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ബോണസായിട്ട് ദൈവം കരുണ കൂടി തരണമെങ്കിൽ നിങ്ങൾ ഉടമ്പടി വിശ്വസ്തയോടെ ചെയ്യണം. സബ്സിഡിയാണത്. ഗ്രാൻറ്റും ബാങ്കിൽ നിന്ന് നമ്മൾ ലോൺ എടുക്കുമ്പോൾ ഗ്രാൻറ്റും സബ്സിഡിയും കൊടുക്കും. ഗ്രാൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് പരിശോധന കൊടുത്ത് തീർക്കേണ്ട കാര്യമാണ്, അതതിൻ്റെ മെറിറ്റാണ്. സബ്സിഡി നമ്മൾ റീഫണ്ട് ചെയ്യേണ്ട കാര്യമില്ല. ദൈവത്തിൻ്റെ കരുണയില്ലാതെ ഉടമ്പടി വൃത്തിയായിട്ട് ചെയ്യുമ്പോഴാണ് ദൈവം സബ്സിഡി ആയിട്ട് കരുണ തരണത്. അങ്ങനെ കരുണ തന്നു കഴിഞ്ഞാൽ നമ്മുടെ മെറിറ്റിലല്ല പിന്നെ വർക്ക് ചെയ്യണത്, നമ്മൾ വാ പൊളിച്ചു പോകും. കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായി. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ജ്യോതിസ് മരിയ തൃശ്ശൂര്. ജ്യോതിസ് മരിയയുടെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ഇങ്ങനെ കുറേ നാളത്തേക്ക് ജോലിയുടെ പ്രൊഫഷണൽ ഗ്യാപ്പും അവനെ പഠിച്ചിട്ട് IELTS പ്രവാസം എഴുതിയിട്ട് എനിക്കൊണ്ട് 2 കുഞ്ഞുങ്ങളുണ്ടെന്ന് തോന്നണേ. എഴുതിയിട്ട് ശരിയാകണില്ല, ഒന്നും കിട്ടണില്ല. അപ്പോൾ അവളിവിടെ വന്ന ശേഷം ഉടമ്പടി ചെയ്തപ്പോഴും അവൾക്കൊരു ധൈര്യമായി. എന്താ ധൈര്യം? അമ്മ ഈ പ്രാവശ്യം IELTS എന്നെ ജയിപ്പിക്കും, ഒക്കെ വിശ്വാസമായി. പക്ഷെ പാവപ്പെട്ടവൾ തോറ്റുപോയി. അതാ ഞാൻ പറഞ്ഞത്, അതേ തോറ്റുപോയെങ്കിലും ആ ഉടമ്പടിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ചെയ്തില്ല. ചില ആൾക്കാർ തോറ്റാൽ പിറ്റേ ദിവസം പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചെല്ലത്തിലില്ല. പക്ഷേ ഇവളെങ്ങനെ പ്രത്യക്ഷ പ്രാർത്ഥനയിലൂടെയാണ് വന്നത്. കാര്യം പാർട്ടിക്ക് ഇടിമിന്നൽ ഭയങ്കര പേടിയാണ്. പല ആൾക്കാരും പണ്ട് കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, പക്ഷേ ഉടമ്പടി എടുക്കണമെന്ന് അങ്ങനെ മനസ്സിൽ തോന്നിയിട്ടില്ല. പക്ഷെ അതുകൊണ്ട് ഇവളെന്താ വെച്ചാൽ ഒരു ദിവസം ഭർത്താവില്ല, 2 കുഞ്ഞുങ്ങളെ ഇവളുമായിട്ടിരിക്കുന്ന സമയത്ത് ഇടിയും വിട്ട് മഴ പെയ്ത്. ഇവൾക്ക് ഇടിമിന്നൽ ഭയങ്കര പേടിയാണ്. ഉടനെ ഇവൾ പ്രത്യക്ഷ പ്രാർത്ഥന എടുത്തിട്ട് പ്രത്യക്ഷ പ്രാർത്ഥനയിട്ട് പറഞ്ഞു, മാതാവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥിക്കുന്നു, ഇടിമിന്നൽ ഇപ്പം നിൽക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇടിമിന്നൽ നിന്ന്, മഴയിൽ നിന്ന്. അപ്പോൾ അവൾക്ക് മനസ്സിലായി അമ്മ ഇടപെട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പോയി ഉടമ്പടി എടുക്കാമെന്ന്. ഉടമ്പടി എടുക്കാമെന്നപ്പോൾ എന്നാ പറ്റിയത്? ഉടമ്പടി എടുത്തിട്ട് IELTS തോറ്റു. എൻ്റെ മക്കൾ, നിങ്ങൾ ഉടമ്പടി എടുത്തിട്ട് നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ അതിൻ്റെ അർത്ഥം ദൈവം ആ വാതിലൂടെയല്ല നിങ്ങൾക്ക് അനുഗ്രഹം തരാൻ പോണത്. പിറ്റേ ദിവസം ഒരു സംഭവം ഉണ്ടായി. ഇവിടെ IELTS തോറ്റ ദിവസം ഇവളെ ന്യൂസിലൻഡിൽ നിന്ന് ഇവളുടെ ഒരു റിലേറ്റീവ് വിളിച്ചിട്ട് പറഞ്ഞു, ഗ്രേസ്, അതായത് ഇവിടെ പുതിയ നിയമം ഇന്നലെ ഉണ്ടായിട്ടുണ്ട്, ക്രൈസിസ് വിസ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ക്രൈസിസ് വിസ അത് പുതിയൊരു സംരംഭമാണ്. അപ്പം നീ എത്രയും ആപ്ലിക്കേഷൻ ചെയ്യാം. അപ്പോൾ ഒരു ഏജൻറ്റും ഇല്ലാതെ ഇവൾ തന്നെത്താൻ കമ്പ്യൂട്ടർ ഓൺ ചെയ്തിട്ട് ക്രൈസിസ് വിസയ്ക്ക് ആപ്ലിക്കേറ്റ് ചെയ്യും. ഒരു IELTS പാസ്സാകാതെ ഇവർ ന്യൂസിലൻഡിൽ ചെല്ലും. ഇതാണ് വിഷയം. അതായത് IELTS തോറ്റാണല്ല ഇവർക്ക് പ്രശ്നമായി പോയത്. പക്ഷെ നിങ്ങൾ ഓർക്കണം, നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾ തോറ്റാലും പക്ഷെ ദൈവം നിങ്ങളെ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിച്ചിരിക്കും. കൈ ഇടിച്ച് കിടത്താണ്. എല്ലാവരും എഴുന്നേൽക്കുക, സന്തോഷത്തിൽ എഴുന്നേൽക്കുക. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. കൈ നെഞ്ചുകൊണ്ട് സ്തുതിക്കേണ്ട സമയമാണ്. അച്ഛന് ഓരോ ഉള്ളംകാലം മുതൽ ഉച്ചവരെയുള്ള ഓരോ രോഗങ്ങളുടെ മേൽ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തളിക്കപ്പെടാൻ വേണ്ടി, കർത്താവ് നിന്നെ തൊട്ട് സുഖപ്പെടുത്താൻ വേണ്ടിയും പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അതിവിടെയുള്ളവരും ഓൺലൈനിലുള്ളവരും ശ്രദ്ധിക്കട്ടെ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ തിരുമുറിവാർന്ന വലത് കരം മക്കളുടെ ശിരസ് വെക്കണം പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ സന്ധ്യബന്ധങ്ങൾ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. നിങ്ങളുടെ മാംസപേശികളിൽ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. നിങ്ങളുടെ രക്തഞരമ്പുകളിൽ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. നിൻ്റെ അസ്ഥിക്കുഴകളിലും അസ്ഥികളിലും അസ്ഥിമജ്ജകളിലും കർത്താവിൻ്റെ രക്തം നിറയട്ടെ. നിൻ്റെ ആന്തരികമായിട്ടുള്ള ഓരോ വൃക്കകളിലെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. നിൻ്റെ ഹൃദയത്തിലും ചങ്കിലും ശ്വാസകോശങ്ങളിലും കർത്താവിൻ്റെ രക്തം നിറയട്ടെ. നിൻ്റെ ആമാശയത്തിലും അതുപോലെ തന്നെ
ആന്തരികമായിട്ടുള്ള നിൻ്റെ ഗർഭപാത്രത്തിലും അതുപോലെ തന്നെ എല്ലാവിധ കോശങ്ങളിലും എല്ലാ ഗ്രന്ഥികളിലും കർത്താവിൻ്റെ അടുത്ത് നിറയട്ടെ. വാതരോഗങ്ങൾ, മാരക രോഗങ്ങൾ, കരൾ രോഗങ്ങൾ, അതുപോലെ തന്നെ അപസ്മാര രോഗങ്ങൾ, ഓട്ടിസം രോഗങ്ങൾ, ന്യൂറോട്ടിക് ട്രബിൾസ്, കർത്താവ് എല്ലാ തരത്തിലും കർത്താവ് ഒരു കാരണവശാലും സൗഖ്യപ്പെടാനാവാത്ത രീതിയിലുള്ള എല്ലാ രോഗങ്ങളും, ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന ഇമ്മ്യൂണിൻ രോഗങ്ങൾ പ്രതിരോധ ശേഷി നഷ്ടപ്പെടുകയും പ്രതിരോധ ശേഷിയെ ശോഷിപ്പിക്കുകയും ചെയ്യുന്ന എല്ലാവിധ മാരക രോഗങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഗർഭിണികൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ഗർഭത്തെ ശിശുക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങളുടെ ബന്ധുക്കൾ സ്വന്തപ്പെട്ടവർ ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുന്നവർ എത്രയും വേഗം സുഖം പ്രാപിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് തിരിച്ചു വരട്ടെ. ശ്രദ്ധിക്കട്ടെ. മക്കളെ ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, വഴിയില്ലാത്തവര്, ഇൻ്റർവ്യൂ ടെസ്റ്റും പരീക്ഷയും എഴുതി കഴിഞ്ഞവര്, അതിൽ വലിയ ഹോപ്പില്ലെന്ന് തോന്നുന്നവർ, ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർ, സർവീസിൽ നിന്ന് ചില പ്രോബ്ലംസ് കാരണം സസ്പെൻഷൻ കിട്ടിയവർ, ജയിലായിപ്പോയവർ, കോടതി കേസിരിക്കുന്നവർ, പാകോടമ്പടി നടക്കാത്തവർ, വീട്ടിൽ കലക്കമുള്ളവർ, ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ പിരിഞ്ഞു പോയവർ, തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നവർ, അങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ വിടുതൽ ലഭിക്കാൻ വേണ്ടി അതിശക്തമായി സ്തുതിക്കട്ടെ. എല്ലാ തരത്തിലുള്ള പ്രണയബന്ധങ്ങൾ, മോശമായ ജീവിതാവസ്ഥകൾ കർത്താവെ അങ്ങ് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ ദൈവം നിങ്ങളുടെ ക്ലേശങ്ങളെ ഏറ്റെടുക്കുക. ആദരവോടെ കൈകൾ കൂപ്പി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ നിങ്ങളുടെ ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന വിഷയങ്ങളെ കർത്താവിന് പുനഃസമർപ്പണം ചെയ്യുക. ഇനി ഉടമ്പടി പുതുതായിട്ട് വെക്കാൻ പോകുന്നവരെ എന്താണ് ഉടമ്പടി വെക്കാൻ പോകുന്നത്, ആ വിഷയം ഈ സ്വർഗീയമായ നിമിഷത്തിൽ പുതുക്കാൻ പോകുന്നവരും ഉടമ്പടി പുതുതായിട്ട് ചെയ്യാൻ പോകുന്നവരും പരിശുദ്ധ അമ്മ വഴി ദിവ്യകാരുണ്യ നാഥന് നിങ്ങളുടെ ആവശ്യങ്ങളെ പ്രാർത്ഥനാപൂർവം മൗനമായി ഭക്തിയോടെ സമർപ്പിക്കുക. മുട്ടേനിക്കുക. സമാപനാശീർവാദം. കൈകൾ കൂപ്പി കർത്തൃ സന്നിധിയിലായിരുന്നതിൻ്റെ അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ അനുഗ്രഹം എൻ്റെ ജീവിതത്തെ എത്രയും വേഗം അടയാളം കാണാൻ വേണ്ടി തലകുനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ വലിയ ആശീർവാദം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ വാങ്ങിക്കുക. നമ്മുടെ എല്ലാ ഉടമ്പടി നിയോഗങ്ങൾ, നമ്മളിപ്പോൾ അലട്ടുന്ന ജീവിത വിഷയങ്ങളെല്ലാം ഒരിക്കൽ കൂടി ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഞങ്ങളെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. ഇവിടെ ഇപ്പോൾ 2-3 അറിയിപ്പുണ്ട്. ഒന്നാമത്തെ അറിയിപ്പ്, നമ്മൾ ഡൊമസ്റ്റിക് ചാപ്പൽ, ഇപ്പോൾ ഒത്തിരി അച്ഛന്മാർ പുറത്തുനിന്നൊക്കെ ഇവിടെ സന്ദർശനത്തിന് ഉടമ്പടി എടുക്കാനൊക്കെ വരും. ഇപ്പം നിങ്ങൾ തന്നെയാണെങ്കിലും ഇന്ന് ഞായറാഴ്ച കുർബാന കൂടാത്തവരുണ്ട്. ഇതിൻ്റെ അകത്ത് ആദ്യ ഉടമ്പടിക്ക് വന്ന ആൾക്കാർ, ആദ്യ ഉടമ്പടിക്ക് വന്നവർ 7 മണിക്ക് കയറത്തില്ലേ, അത് ഞായറാഴ്ച കുർബാന മുടങ്ങരുത് എൻ്റെ പേരിൽ. അപ്പം അതുകൊണ്ട് ഇനി അടുത്ത പ്രാവശ്യം മുതൽ ഞങ്ങൾ ഡൊമസ്റ്റിക് ചാപ്പൽ, നമ്മുടെ വലിയ കെട്ടിടത്തിൻ്റെ മുകളിൽ ഒരു ചാപ്പൽ ക്രമീകരിച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് ദിവ്യകുർബാന എഴുന്നള്ളിച്ച് വെച്ചുകൊണ്ട്
എല്ലാ സമയങ്ങളിലും ആരാധനയ്ക്കുള്ളതാണ്. ഇവിടെ വരുന്ന വ്യക്തികൾക്ക്, വേദനപ്പെട്ട് വരുന്ന വ്യക്തികൾക്ക് മധ്യസ്ഥ പ്രാർത്ഥന കിട്ടാൻ വേണ്ടിയാണ് ആരാധനാ സെൻറ്റർ തുടങ്ങുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളിനി വരുമ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഇഷ്ടവും താല്പര്യമുള്ളവർ അവിടെ പോയി ഇരുന്ന് മാതാവിൻ്റെ മാധ്യസ്ഥതയിൽ ഈശോ തിരുസന്നിധിയിൽ കൃപാസനത്തിനും ഉടമ്പടി എടുത്ത് എല്ലാവർക്കും വേണ്ടി, നിങ്ങൾക്ക് വേണ്ടിയും മധ്യസ്ഥ പ്രാർത്ഥന നടത്താനുള്ള അസുലഭമായ അവസരമാണ് ഇതോടുകൂടി വരാൻ പോകുന്നത്. അതിന് ദൈവത്തിന് നന്ദി പറയണം. പിന്നീട് രണ്ടാമത്തത്, നമ്മൾ ഈ അപ്പുറത്ത് ചാരിറ്റി മിഷൻ എന്നും പറഞ്ഞ് ഒരു പുതിയ കെട്ടിടം ചെയ്യുന്നുണ്ട് നമ്മുടെ സ്ഥലത്ത്. അതിൻ്റെ കാര്യത്തിൽ മരിയൻ സോഷ്യൽ സർവീസാണ്. മരിയൻ സോഷ്യൽ സർവീസ്, അതായത് നിങ്ങൾ കൊണ്ടുവരുന്ന വസ്ത്രങ്ങൾ അതിനെ അടുക്കി പെരക്കി വൃത്തിയായിട്ട് വെച്ചിട്ട് നമ്മൾ ഉടമ്പടി എടുത്തവരുടെ കൂടെ തന്നെ ഉണ്ടാകുന്ന പാവപ്പെട്ടവർക്ക് അവരുടെ ആവശ്യപ്രകാരം വിതരണം ചെയ്യാൻ വേണ്ടി ഒരു സർവീസ് സെൻറ്റർ കൂടി, അതിനിപ്പോൾ 3 കെട്ടിടം പണി ഏതാണ്ട് 3/4 ഭാഗമായിട്ടുണ്ട്. അത് ചെയ്ത് കഴിയുമ്പോൾ എല്ലാ മേഖലകളിലും നമുക്ക് ആൾക്കാരെ സഹായിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പക്ഷേ അതനുസരിച്ചിട്ട് ദൈവം നമ്മൾ അനുഗ്രഹിക്കും. അത് നമ്മൾക്ക് സ്വാഭാവികമായിട്ടും ഈ സൽപ്രവൃത്തികൾ കൃപാസനങ്ങളിലും കൂടി ശക്തമായി നടക്കുകയും നിങ്ങളുടെ ജീവിതത്തിലൊക്കെ നടന്നു വരുമ്പോൾ ദൈവം മഹത്വപ്പെട്ടിട്ട് അടയാളങ്ങൾ വല്ലാത്തടയാണ്. കാരണം ഇന്നത്തെ മനുഷ്യന് ഇതൊരു അഭയസ്ഥാനമാണ്, അതിജീവനത്തിൻ്റെ അവസാനത്തെ ഒരു അത്താണി പോലെ പ്രവർത്തിക്കണം. അപ്പോൾ ഇവിടെ പുതിയ പുതിയ മധ്യസ്ഥ പ്രാർത്ഥന ശക്തി പ്രാപിക്കുകയും, ഞാൻ എന്തിനാ ഇപ്പോൾ ഇത് നിങ്ങളോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ കൂട്ടത്തിൽ മധ്യസ്ഥ പ്രാർത്ഥന കൃപയുള്ളവരുണ്ട്. അവർ ഞങ്ങളെ ഓഫീസുമായിട്ട് ബന്ധപ്പെടണം. അതായത് ചില ആൾക്കാർക്ക് മധ്യസ്ഥ പ്രാർത്ഥനയുടെ ബലം അഭിഷേകമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ദൈവം കൊടുത്തിരിക്കുന്ന വരുന്നതിലൊന്നാണ് അവരുടെ മധ്യസ്ഥ പ്രാർത്ഥന. അങ്ങനെയുള്ള ഒരു 5 പേരുണ്ടെങ്കിൽ ആപ്പടെ വിഷയം മാറും. ഇതാണ് വിഷയം. അതായത് നിങ്ങൾ പോയി, ചില ആൾക്കാർക്ക് ഒരു മധ്യസ്ഥ പ്രാർത്ഥന വരവുണ്ടാകത്തില്ല. അവരോടെ പോയിരുന്ന വെച്ചും ഭർത്താവിൻ്റെ കള്ളുകുടി മാറണമേ, മകൻ തെറ്റായ പ്രണയബന്ധത്തിൽ മാറണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലപലാതി തരമൊക്കെ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോകും. അതല്ല ഞാൻ ഉദ്ദേശിക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന. മധ്യസ്ഥ പ്രാർത്ഥന സഭയുടെ ആത്മാക്കളുടെ വീണ്ടെടുപ്പിന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രേക്ഷിത രംഗങ്ങളിലും, അതെവിടെയായാലും, ഏതെല്ലാം ധ്യാനകേന്ദ്രങ്ങളിലായാലും, ഇടവകളിലായിരിക്കും, മിഷൻ പ്രദേശത്തായാലും, നമ്മളെ പീഡിപ്പിക്കുകയും ചതിക്കുകയും കൊല്ലുകയും ചെയ്യുന്ന ആഫ്രിക്കൻ വനാന്തരങ്ങളിലായാലും അവിടെയെല്ലാം ദൈവത്തിൻ്റെ ശക്തി വരാൻ വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കുകയും സഭയ്ക്ക് ചൈനയുടെയും ഏഷ്യയുടെയൊക്കെ വാതിലുകൾ തുറന്നു കിട്ടാൻ വേണ്ടി ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി സുവിശേഷത്തിൻ്റെ ശുശ്രൂഷകരാകാൻ അഭിഷേകം മേടിച്ചവരാണ് മധ്യസ്ഥ പ്രാർത്ഥനക്കാർ. ആ മധ്യസ്ഥ പ്രാർത്ഥനക്കാരെയാണ് അച്ഛൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള വരപ്രസാദമുള്ളവർ നമ്മുടെ ഓഫീസുമായിട്ട്, ഞാൻ തരുന്ന നമ്പരുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഒരു 10-100 പേരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു 5 പേരെ വെച്ച് നമുക്ക് ഇപ്പോൾ എല്ലാവർക്കും എല്ലാ ദിവസവും വരേണ്ട ആവശ്യമില്ലല്ലോ. ഒരു മാസത്തിൽ 1 വന്നാൽ മതി.